ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ മുതൽ നമ്മുടെ നവ്യയുടെ ചേച്ചിയുടെ കല്യാണത്തിന് പോയിട്ടുള്ള കല്യാണ സീരീസ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് പോകുന്ന വീഡിയോ ആണ്. ഞാൻ രാവിലെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ പരശുറാം എക്സ്പ്രസ്സിനാണ് പോയത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് കയറിയത്. ഞാൻ എപ്പോഴും തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് കോളേജ് പഠിക്കുമ്പോഴും പോകാറുള്ളത്. ഒരു പരശുറാം എക്സ്പ്രസ് ഉണ്ട് 12 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതിലാണ് ഞാൻ പോകാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശന്നപ്പോൾ ഒരു പഴംപൊരിയൊക്കെ വാങ്ങി. പിന്നെ ഞാൻ എപ്പോഴും ലേഡീസിൽ തന്നെയാണ് കയറാറുള്ളത്. പരശുറാമിൽ ലേഡീസ് ഉണ്ട്. അപ്പോൾ അതിൽ കയറി എനിക്ക് സീറ്റും കിട്ടിട്ടോ. എന്തെങ്കിലും കേൾക്കാനുണ്ടോ? ഞാൻ പരശുറാം എക്സ്പ്രസ്സിൽ കയറി ട്രിവാൻഡ്രം വരെ. കോട്ടയത്ത് നിന്ന് എൻ്റെ വേറൊരു ഫ്രണ്ട് കയറും, ആള് കയറും. കഥകൾ ഞാൻ പറയാം. ഓക്കെ, മാടീനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല വെളിച്ചം വരുന്നല്ലേ? മാടി എനിക്ക് സ്നിക്കേഴ്സ് വാങ്ങിയിട്ട്, സ്നിക്കേഴ്സ് മാത്രമല്ല വേറെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട്. പണ്ട് ഹോസ്റ്റലിലാവുമ്പോഴും മാളിയുടെ സ്ഥിരം സ്വഭാവം ഇതായിരുന്നു, ഞങ്ങളൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. വെറുതെ ഞങ്ങളുടെ വീട്ടിൽ ഷോ ഇറക്കാരെ വേറെ ഒന്നില്ല അല്ലേ? ഇനി ഇവിടെ നാട് മൊത്തം വ്ളോഗാട്ടാ. ഞാൻ വ്ളോഗാ. ഓക്കെ. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇടയിൽ വെച്ച് അതൊക്കെ കഴിച്ചു വിശപ്പ് വരുമ്പോൾ. പിന്നെ ഈ ഒരു സ്റ്റേഷൻ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയായിട്ട് ഭയങ്കര വിഷമമാണ്, ഒരു സങ്കടം. കാരണം ഞാൻ കൊല്ലത്ത് പഠിച്ചിരുന്നപ്പോൾ എപ്പോഴും ഞാൻ വന്നിറങ്ങണത് ഈ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. ഭയങ്കര എന്തൊക്കെയോ മിക്സഡ് ഫീലിങ്സാണ് എനിക്കത് കാണുമ്പോൾ. പിന്നെ നമ്മളൊരു 7 മണി 7:30 നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയത്. നമ്മളതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അഭിരാമി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവളെ വീട്ടിലേക്കുള്ള നമ്മൾ അഭിരാമിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അവിടെയാണ് നമുക്ക് സ്റ്റേ. അപ്പോൾ അവൾ നമ്മളതിനെ വിളിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമുക്ക് വീട്ടിലേക്ക് എങ്ങനെ പോകേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ നൈറ്റ് ആണല്ലോ, അപ്പോൾ പിന്നെ കറങ്ങി തിരിഞ്ഞ് നിൽക്കണ്ടെന്ന് വെച്ച് അവൾ നമ്മളതിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു ഊബർ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ അവളുടെ വീട്ടിലേക്ക് പോയത്. ഭയങ്കര സന്തോഷമായി. കാരണം ഇപ്പോൾ 1 വർഷത്തിന് ശേഷമാണ് ഇവരേനൊക്കെ വീണ്ടും കാണണത്. അപ്പോൾ നവ്യ പിന്നെ ഇടയ്ക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവരേനൊക്കെ ശരിക്കും 1 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണണത്. ഹായ് കൊടുക്കേ. ഇതൊക്കെ നമ്മൾ സ്ഥിരം പ്രേക്ഷകരാണ് ഗൈസ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എത്തി. ആൻഡ് അഭിരാമി ഊബർ വിളിക്കുന്ന അഭിരാമി. ദിസ് ഈസ് മൈ ഫ്രണ്ട് അഭിരാമി. ദിസ് ഈസ് മൈ ഫ്രണ്ട് മാളവിക അന്തർജനം. ഇനി 3 ഫ്രണ്ട്സും കൂടി ഉണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോവാണ്. എൻ്റെ വീട് എവിടെ? എൻ്റെ വീട് തിരുമലയ്ക്കടുത്താണ്. നമ്മുടെ വീട് തിരുമലയ്ക്ക് അടുത്താണ്. ഓക്കെ, നമുക്ക് കുറച്ച് ട്രിവാൻഡ്രം സ്ലാങ് പിടിക്കാം. ചേട്ടൻ പാട്ട് വെച്ചു. വീട്ടിലെത്തി, കുളിച്ചു. ഇപ്പം നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഞാൻ എന്തൊക്കെ പറയണത്, ഞാൻ ആരുടെ വീട്ടിലെത്തിയത് എന്നൊക്കെ. അപ്പം അതൊക്കെ വിശദമായിട്ട് ഞാൻ നാളെ പറയാം കേട്ടോ. ഇന്നിപ്പോൾ വന്നതിൻ്റെ കുറച്ച് ഹറിബറി കാര്യങ്ങളൊക്കെയാണ്. ഇത് കഴിഞ്ഞ് നാളെ ഞാൻ ഇവിടെ വന്നതോ എനിക്ക് അബീനെയും മാളീനായിട്ടൊക്കെയുള്ള റിലേഷനോ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പുതിയതായി ആരെങ്കിലും കണ്ടെങ്കിൽ ഞാൻ അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം നമുക്ക് ഇവരായിട്ടുള്ള റിലേഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ബൈ. പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കെടുക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനും അഭിരാമിയും മാളവികയും കൂടി ഹാളിലാണ് കിടന്നത്. വീണ്ടും ഹോസ്റ്റൽ ഡേയ്സൊക്കെ ഭയങ്കര ഓർമ്മ വന്നു. ഞങ്ങൾ ഹോസ്റ്റലിലൊക്കെ ഒരുമിച്ചായിരുന്നല്ലോ കിടന്നതൊക്കെ. അപ്പോൾ അഭിരാമി ആ സമയത്താണ് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണ ആൽബം എടുത്ത് കൊടുക്കുന്നത്. പിന്നെ അതിരുന്ന് കണ്ടു. അതിൽ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അഭിരാമിയുടെ ചെറുപ്പത്തിലെ കുറേ ക്യൂട്ട് അവൾ ചെറുപ്പത്തിൽ എന്ത് രസം കാണാൻ. ഇപ്പോഴും അതെ. അപ്പോൾ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഞാനൊന്നും ഇത്ര ക്യൂട്ടല്ലായിരുന്നു ചെറുപ്പത്തിൽ. പക്ഷേ ഇവള് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവളൊക്കെ കുറേ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ തന്നെ ഇതുപോലത്തെ ഫോട്ടോസൊന്നും അധികമില്ല. ജയൻ വെഡ്സ് വിജി, അവളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരാട്ടോ ജയൻ ആൻഡ് വിജിന്ന്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ഈ ഫോട്ടോസൊക്കെ കണ്ടു. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേന് കിടന്നു. ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം കിടന്നു ഉറങ്ങി. ഇതാണ് കേട്ടോ അഭിരാമിയുടെ അമ്മ. കല്യാണ ഫോട്ടോ ആണ്. പിന്നൊക്കെ ഇത് അഭിരാമിയാണ്.
ഒക്കെ ചെറുപ്പത്തിൽ അവൾക്ക് കുറേ കസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അതൊക്കെ ഇരുന്ന് കാണാൻ ഭയങ്കര രസമാണ്, നമ്മുടെ പണ്ടത്തെ ഒക്കെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവളുടെ തന്നെ കുറേ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. ആ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഓൺ ദ വേ ആണ് കേട്ടോ. അഭിരാമി പണ്ടേ ഫ്രീക്കാണ്, അന്ന് മുതലേ സ്ലീവ്ലെസ് ഒക്കെയാണ് ഇടുക. ആ ഫോട്ടോ ആണ് ഇത്. പിന്നെ പണ്ടേ പഠിപ്പിച്ചിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. കയ്യിൽ ബുക്കൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അവൾ ഈ വീഡിയോ കാണുമോ? നീ എന്തായാലും കമൻറ്റ് ഇടണം. പിന്നെ ആളുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നമ്മൾ ഞെട്ടും. ഇതാ വന്നു ദൊറോത്തി മദാമ. വേറെ ലെവൽ സാധനങ്ങളാണ്. പിന്നെ ആൾ പണ്ടേ ഭയങ്കര ആക്റ്റീവായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്, സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ മാരേജിൻ്റെ വീഡിയോ ആണ് കേട്ടോ, വ്ളോഗ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ, ടാറ്റാ.